പെരിന്തൽമണ്ണ എരവിമംഗലം പൊലിക നാട്ടറിവ് കേന്ദ്രം മികച്ച കൃതിക്കും ലേഖനത്തിനും പുരസ്കാരം നൽകും. പൊലികയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പൊലിക നാട്ടറിവ് പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പെരിന്തൽമണ്ണ എരവിമംഗലത്തെ പൊലിക നാട്ടറിവ് പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ഫോക്ലോർ മേഖലയിലെ മികച്ച കൃതിക്കും ഫോക്ലോർ മേഖലയെ ബന്ധപ്പെടുത്തിയുള്ള ലേഖനത്തിനും പുരസ്കാരം ഏർപ്പെടുത്തി. പൊലിക നാട്ടറിവ് പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ബാബു മുണ്ടക്കാട് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഞാൻ സ്കൂളിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പല പ്രവർത്തനങ്ങളും ഫോക്ലോറിൻ്റെ കാര്യങ്ങൾ നടത്താറുണ്ട്. അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി പൊലിക എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേരിട്ടിരിക്കുന്നത്. പൊലിക എന്ന് പറഞ്ഞ് വർദ്ധിക്കുക എന്നാണ് നാട്ടു ഭാഷയിലൊക്കെ പറയുക. പൊലിക എന്ന പേരിൽ ഒരു അവാർഡ് കൊടുക്കണമെന്ന് നിശ്ചയിച്ചു. 2025 ഏറ്റവും മികച്ച ഫോക്ലോർ പഠന ഗ്രന്ഥത്തിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അതോടൊപ്പം ഈ ഫോക്ലോർ രംഗം ഇന്ന് വളരെയേറെ വലിയ വിശാലമായ പഠന മേഖലയാണെങ്കിലും പുതിയ ആളുകൾ അധികം താല്പര്യത്തോടെയൊന്നും വരുന്നില്ല. അപ്പോൾ പല കോളേജുകളും ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. അതിലെ പഠിതാക്കൾക്ക് വേണ്ടി അവർക്ക് മികച്ച ഒരു പ്രബന്ധ രചനയ്ക്ക് അവർക്കും ഒരു അവാർഡ് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്രന്ഥരചനയ്ക്ക് 10,000 രൂപയും പ്രശസ്തി പത്രവുമാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രബന്ധരചനയ്ക്ക് വിദ്യാർത്ഥികൾക്കായുള്ള പ്രബന്ധരചനയ്ക്ക് 3,000 രൂപയും പ്രശസ്തി പത്രവും സമ്മാനിക്കും. ഈ വർഷം അവസാനിക്കുമ്പോൾ അത് നിശ്ചയിച്ച് ഒരു വിദഗ്ധരായ ഫോക്ലോർ ഗവേഷകരുണ്ട്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന അവരുടെ ഒരു സംഘമുണ്ട്. അവരെ നിശ്ചയിച്ച് ഈ അവാർഡ് നൽകും. പാരമ്പര്യമായി കൈവന്ന നാട്ടറിവുകളെ വരും തലമുറയ്ക്കായി കരുതിവെക്കാനും രേഖപ്പെടുത്താനും പദ്ധതികളും പ്രവർത്തനങ്ങളും വേണമെന്ന ആവശ്യം മുൻനിർത്തിയാണ് 2025 മുതൽ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. 2025 പുറത്തിറങ്ങിയ ശ്രദ്ധേയമായ പുസ്തകത്തിന് 10,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഫോക്ലോർ മേഖലയിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് മികച്ച ലേഖനത്തിന് 3,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. വർത്തമാനകാലത്തിലെ ജനസംസ്കാര പഠനം, പ്രസക്തിയും പ്രശ്നങ്ങളും എന്നതാണ് ലേഖന വിഷയം. ഫോക്ലോർ പഠനത്തിന്റെ ആചാര്യനായ ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയുടെ സ്മരണയ്ക്കായാണ് മികച്ച പഠന ഗ്രന്ഥത്തിന് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കല്ലാറ്റ കുറുപ്പന്മാരുടെ കളമെഴുത്തുപാട്ട് എന്ന വിഷയത്തിലാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത്. അതിന് എൻ്റെ ഗുരുവായി അഥവാ ഗൈഡായി പ്രവർത്തിച്ചത് ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയായിരുന്നു. പയ്യന്നൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം ഫോക്ലോർ രംഗത്ത് വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരാളാണ്. 78 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ഫോക്ലോറിൻ്റെ ആയി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. വൈവിധ്യമേറിയ വിഷയങ്ങൾ അദ്ദേഹം പഠന വിധേയമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഫോക്ലോർ അക്കാഡമിയുടെ ചെയർമാനായിരുന്നു. 2 വർഷം മുമ്പാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി പയ്യന്നൂരില് ഞങ്ങൾ ശിഷ്യന്മാര്, അദ്ദേഹത്തിൻ്റെ കീഴിൽ PhD എടുത്തിട്ടുള്ള ശിഷ്യന്മാരൊക്കെ ഒത്തുകൂടുകയും ഫോക്ലോർ രംഗത്ത് പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ ഈ പൊലിക എന്ന ഈ സ്ഥാപനം ഞാൻ സ്കൂളിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പല പ്രവർത്തനങ്ങളും ഫോക്ലോറിൻ്റെ കാര്യങ്ങൾ നടത്താറുണ്ട്. അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി പൊലിക എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേരിട്ടിരിക്കുന്നത്. പൊലിക എന്ന് പറഞ്ഞ് വർദ്ധിക്കുക എന്നാണ് നാട്ടു ഭാഷയിലൊക്കെ പറയുക. പൊലിക എന്ന പേരിൽ ഒരു അവാർഡ് കൊടുക്കണമെന്ന് നിശ്ചയിച്ചു.
ലേഖനങ്ങളുടെ 2 കോപ്പികൾ വീതം ഓഗസ്റ്റ് 15-നകം ലഭിച്ചിരിക്കണമെന്ന് പൊലിക ഡയറക്ടർ ഡോക്ടർ ബാബു മുണ്ടേക്കാട് അറിയിച്ചു. എരവിമംഗലം AUP സ്കൂളിൽ നിന്ന് വിരമിച്ചതിനു ശേഷം നാടോടി വിജ്ഞാനീയ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡോക്ടർ ബാബു മുണ്ടേക്കാട്, ഭാര്യ വിജയകുമാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് 2017-ൽ പൊലിക നാട്ടറിവ് പഠന കേന്ദ്രം സ്ഥാപിച്ചത്. ഒരു സമൂഹത്തിന്റെ പരമ്പരാഗത അറിവുകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കലകൾ, കഥകൾ, ജനനം തൊട്ട് മരണം വരെയുള്ള ജീവിതരീതി എന്നിവ പഠന വിഷയമാക്കുന്നതാണ് ഫോക്ലോർ. സമൂഹത്തിൽ ഫോക്ലോർ പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് എരവിമംഗലം പൊലിക നാട്ടറിവ് പഠന കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഡയറക്ടർ ഡോക്ടർ ബാബു മുണ്ടേക്കാട് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി നാടൻ കലകളും സാംസ്കാരികവുമായും ബന്ധപ്പെട്ട് വിവിധ പരിപാടികളും അവയുടെ വിശകലനവും പൊലികയിൽ സംഘടിപ്പിച്ചു വരുന്നു. ആദ്യം ഞങ്ങൾ അവതരിപ്പിച്ചത് തുകിലുണർത്തുപാട്ട്, പാണന്മാർ നടത്തുന്ന ഒരു തുകിലുണർത്തുപാട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയുണ്ട്, അവരും ഭർത്താവും കൂടിയാണ് അത് അവതരിപ്പിച്ചത്. അവർ ഈ വീടുകളിലൊക്കെ പോയിരുന്നു, വന്ന് രാവിലെ തിരുവോണത്തിന് തുകിലുണർത്തുപാട്ട് നടത്താറുണ്ട്. അപ്പോൾ അവരെ ഇരുത്തിയിട്ട് അവരെ ആദരിക്കുന്നതോടൊപ്പം ഈ സദസ്സിലുള്ള ആളുകൾക്ക് ഇവരോട് സംശയങ്ങൾ ചോദിച്ച് അത് നിവർത്തി വരുത്താം. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ശില്പശാലകൾ നടത്തുന്നത്. ഓരോ രംഗത്തും വൈദഗ്ധ്യമുള്ളവരെ നമ്മൾ ക്ഷണിച്ചു വരുത്തും. എന്നിട്ട് അവരുടെ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കും. അവരോട് ഈ സദസ്സിലുള്ള ആളുകൾക്ക് സംശയങ്ങൾ ചോദിക്കാം. പ്രഭാഷണം, അതിനെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്ന ആളുകൾക്ക് നമ്മൾ അവരെ ആദരിക്കും. ഈ കലാകാരന്മാരെയും ആദരിക്കും. ഉദാഹരണത്തിന് അയ്യപ്പൻ പാട്ടിലെ ഉടുക്കുപാട്ട് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഇവിടെ അവതരിപ്പിച്ചു ശ്രീ ബാലകൃഷ്ണൻ എന്ന ആളാണ് ഇത് അവതരിപ്പിച്ചത്. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആളാണ്. അദ്ദേഹത്തിനെ ആദരിക്കുകയും ഈ ഉടുക്കുപാട്ടിൻ്റെ പശ്ചാത്തലം അദ്ദേഹം വിവരിക്കുകയും ചെയ്തു. അടുത്തത് പല പുസ്തക പ്രകാശനങ്ങളും ഇവിടെ നടക്കാറുണ്ട്. ഫോക്ലോർ മേഖലയിൽ പഠനം നടത്തുന്ന ഗവേഷക വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും വിജ്ഞാന ഗ്രന്ഥങ്ങൾ ശേഖരിക്കാനും കേന്ദ്രത്തിൽ സൗകര്യമുണ്ട്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.